നമസ്കാരം, ഞാൻ സിനി രാമചന്ദ്രൻ. എല്ലാവർക്കും രാസ് കളക്ഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് ചില ആളുകൾ പരിപ്പാട, അടദോശ, അങ്ങനെ പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അടദോശയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അളവ് ഗ്ലാസ്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി 4 മണിക്കൂറോളം കുതിർത്തി കഴുകി വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്നതാണ് ഈ അരി. പച്ചരി 1 ഗ്ലാസ്. നെക്സ്റ്റ് ഹാഫ് ഗ്ലാസ് ഉഴുന്ന്. ഇതും അത് ഒരു 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമ്മുടെ 1/4 ഗ്ലാസോളം സാമ്പാർ പരിപ്പ്. ഇതും കുതിർത്തിയിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ 5 ചുമന്ന മുളക്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് കൂട്ടാം. ഇനി മുളകിന് പകരം മുളക് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 4 സാധനങ്ങളാണ് നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങ വേണം. അത് നേരിട്ട് ഡയറക്റ്റ് അങ്ങനെ അങ്ങോട്ട് ചേർക്കുന്നതാണ്. പിന്നെ കായം. ഞാൻ കായപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾ കായത്തിൻ്റെ കഷ്ണമാണ് ചേർക്കുന്നത് എങ്കിൽ ഇപ്പോൾ നമ്മൾ അരിയൊക്കെ കുതിർത്താൻ വെക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് മാവ് റെഡി ആകുമ്പോഴത്തേക്കും അത് ചേർക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു സവാള അങ്ങനെ ചെറുതായിട്ട് നുറുക്കിയത്, നല്ലോണം ചെറുതാക്കണം, ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. കറിവേപ്പില അത് ഇതുപോലെ നന്നായി ചെറുതായി ഇതുപോലെ നുറുക്കി വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മളുടെ അടദോശയ്ക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അരിയും സാമ്പാർ പരിപ്പും ഉഴുന്നും എല്ലാം തനിയെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കണം. ആദ്യം അരി അരയ്ക്കുക. അത് വല്ലാതെ അരയരുത്, കുറച്ച് ഒരു തരിതരിപ്പായതുകൊണ്ട് സാരമില്ല. അതേപോലെ ഉഴുന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണം. സാമ്പാർ പരിപ്പ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് വളരെ അധികം അരയാൻ പാടില്ല, കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കണം. മുളക് ആക്കുമ്പോഴും അതെ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ആദ്യം നമ്മുടെ കുതിർത്തി വെച്ച പച്ചരി ഒന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ദോശയ്ക്കൊക്കെ അരയ്ക്കണം, അതിന് അത്രയൊന്നും നന്നായിട്ട് നല്ല അരയ്ക്കേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ ഒരു തരിതരിപ്പ് ഉണ്ടായാലും സാരമില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിത് കണ്ടോ, അരി അരച്ചു. ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ഈ പാത്രം കഴുകേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് ഇനി ഉഴുന്നും ഇതൊക്കെ അരച്ചെടുക്കണ്ടേ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഉഴുന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഉഴുന്ന് അരച്ചിട്ടുണ്ട്. ഇതും പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ അതേപോലെ നമ്മുടെ സാമ്പാർ പരിപ്പും ചുമന്ന മുളകും കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തു. അതാണിത്. ഇത് വല്ലാതെ അരയരുത്. നമ്മുടെ മുളകൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 5 മുളകല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ പരിപ്പിൻ്റെ കൂടെ ഇട്ടതാണ്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതേ ഉള്ളൂ. അത് കുറേശ്ശെ ഒരു തരിതരിപ്പായിട്ട് കാണണം. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ തന്നെ. വെള്ളയും ചുമപ്പും
പിന്നെന്താ കറിവേപ്പിലയുടെ പച്ചക്കളറും ഒക്കെ കൂടിയിട്ട് നല്ലൊരു രസം. ഇത് ദോശ ഉണ്ടാക്കണ മാതിരി തന്നെയാണ് ഇത് ഉണ്ടാക്കുക, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, വ്യത്യാസമാണ്. അപ്പോൾ നമ്മളെ അരപ്പ് എല്ലാം കഴിഞ്ഞു, അരയ്ക്കാനുള്ള എല്ലാതും കഴിഞ്ഞു. അരിയും അരച്ചു, ഉഴുന്നും അരച്ചു, സാമ്പാർ പരിപ്പും മുളക് കുതിർത്തിയതും അരച്ചു. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുളകിന് പകരം മുളക് പൊടി ഇടാം കേട്ടോ. ഇനി ഞാൻ അരമുറി തേങ്ങ ഇതങ്ങനെ ചേർക്കുകയാണ് ഇതിലേക്ക്. ഇത് ഞാൻ അരയ്ക്കുന്നൊന്നുമില്ല, നേരിട്ടിട്ട് അങ്ങനെ ഇടുകയാണ്. പിന്നെ സവോള ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ചേർക്കുന്നു. പിന്നെ കറിവേപ്പില അത് നന്നായി ചെറുതാക്കി, കാരണം നമ്മളിതൊന്നും വഴറ്റുന്നൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്. നിങ്ങളുടെ ആവശ്യത്തിനുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിതെല്ലാതും കൂടിയിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. വല്ലാതെ തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. നല്ലോണം ലൂസും ആവരുത്, കുറച്ച് കട്ടി ഉണ്ടാവുകയും ചെയ്യണം. എന്തായാലും കട്ടി ഉണ്ടാവും, നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും നാളികേരമൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ ഇട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു കട്ടി ഉണ്ടാവണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കണം. കാരണം ഇത് നമ്മൾ അരച്ച വഴിക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ ഇഡലിയും ദോശയൊക്കെ ആകുമ്പോൾ നമ്മൾ തലേ ദിവസം അരച്ച് വെച്ച് ഒന്നത് മാവൊക്കെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി, ഒന്ന് പുളിപ്പൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വയ്ക്കുമല്ലോ. പക്ഷേ ഇത് അങ്ങനെ പുറത്ത് വയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നാളികേരവും പിന്നെ സവോളയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് പുളിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത്. ഇതിപ്പോൾ നിങ്ങൾ രാത്രിയാണ് അരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അരച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി പുറത്ത് വെച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. പിന്നെ രാവിലെ നേരിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഇത് പുറത്ത് വയ്ക്കാൻ പാടില്ല, അരച്ചിട്ട് ഒരുപാട് നേരം പുറത്ത് വയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം, പുറത്ത് തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നാളികേര ചട്നി, ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നാളികേര ചട്നി. അപ്പോൾ അതും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ, ഇതൊരു കളർഫുൾ ഒരു മാവാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി നാളികേര ചട്നിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ കോക്കനട്ട് ചട്നിക്ക് വേണ്ട സാധനങ്ങൾ നമ്മളൊരു ഒരു അരമുറി തേങ്ങ വേണം, പിന്നെ കുറച്ച് പൊട്ടുകടല, 2 ചുവന്ന മുളക്, ഒരു പച്ചമുളക്, കുറച്ച് ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ഇങ്ങനെ നുറുക്കിയതാണ്, പിന്നെ ഒരു ചെറിയൊരു ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ചേർത്തിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടദോശയ്ക്ക് പറ്റിയ കോമ്പിനേഷൻ നാളികേര ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം അരച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടിയിട്ട് വറവിട്ടതാണ് ഈ കാണുന്നത്. അപ്പോൾ അടദോശയ്ക്ക് പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് 10 മിനിറ്റോളം ആയി നമ്മൾ അടച്ചു വെച്ചിട്ട് മാവ്, അപ്പോൾ അതൊന്ന് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ദോശക്കല്ലിൽ നമ്മുടെ ഈ അടദോശയ്ക്കുള്ള മാവ് ചുട്ടെടുക്കാം. ഇത് ദോശ പരത്തുന്നത് ആദ്യം തന്നെയാണ്, പക്ഷെ അത്രയ്ക്ക് നൈസായിട്ട് വരില്ല, കുറച്ച് തിക്കാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും അഭിപ്രായം അതിൻ്റെ അടുത്ത് അറിയിക്കണം. ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു മണമൊക്കെ ഇപ്പോൾ കിട്ടും കേട്ടോ. കുറച്ച് ഇതിൻ്റെ 2 ഭാഗവും നല്ലോണം ആവണം. ദോശയുടെ മാതിരി തിന്നല്ലല്ലോ, കുറച്ച് ഈ നാളികേരവും ഉള്ളിയും കറിവേപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് കളർഫുള്ളാണ് കാണാൻ. അതിൻ്റെ പുറമെ നല്ലോണം 2 സൈഡും നന്നായിട്ട് ഒന്ന് വേവണം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഒന്ന് ആവണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ചുറ്റിക്കുക. ഒരു വിധം ആവുമ്പോൾ നമുക്ക് മറിച്ചിടാം.
മറിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ 2 സൈഡും അടദോശയുടെ ഒരു ഭാഗം ഒരുവിധം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്റ്റവ് ഓഫ് ചെയ്യും. നല്ല ഒരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഈ ചട്നിയും കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.